നമ്മുടെ കേരളത്തിലെ സ്വിറ്റ്സർലാൻഡ്, കാശ്മീരിനെ തോൽപ്പിക്കുന്ന പ്രകൃതി സൗന്ദര്യം. അതെ, മൂന്നാർ. അല്ലെങ്കിലും ആർക്കാണ് മൂന്നാറിലെ തണുപ്പ് ഇഷ്ടമല്ലാത്ത? ആകെ മൊത്തം തേയില കൊണ്ട് പച്ച പുതച്ച ടീ ഗാർഡനുകളും മഞ്ഞുകൊണ്ട് മൂടിയ ടോപ്പ് സ്റ്റേഷനും തണുത്ത് കുളിരുന്ന കാലാവസ്ഥയും. മൂന്നാർ എന്നത് വിനോദസഞ്ചാരികളുടെ സ്വർഗം തന്നെയാണ്. മൂന്നാർ എങ്ങനെ ഇന്നത്തെ മൂന്നാറായി? ഒരു കാലത്ത് ട്രെയിൻ വരെ ഓടിയിരുന്ന പഴയ മൂന്നാർ ടൗണും റോഡുകളും എല്ലാം 100 കൊല്ലം മുമ്പത്തെ ഒരു മഹാപ്രളയത്തിൽ ഇല്ലാതായ കഥ നിങ്ങൾക്കറിയാം. മൂന്നാറിന് മൂന്നാർ എന്ന പേര് വന്നത് 3 പുഴകൾ, അതായത് നല്ലതണ്ണി, മുതിരപ്പുഴ, കുണ്ടള എന്നീ പുഴകൾ ചേരുന്നത് കൊണ്ടാണ്. ആയിരക്കണക്കിന് വർഷമായിട്ട് വേട്ടയാടിയിരുന്ന മലയരന്മാരാണ് മലകളും കാടുകളും കുന്നുകളൊക്കെ നിറഞ്ഞ മൂന്നാറിൽ ആദ്യം താമസിച്ചിരുന്നത്. പിന്നീട് മധുരയിൽ നിന്ന് ചോളപാണ്ഡ്യ യുദ്ധകാലത്ത് വന്ന മുത്തുവന്മാര് മൂന്നാർ കൈയടക്കി. 1252 പൂഞ്ഞാർ രാജവംശം മുത്തുവന്മാരെ അടുത്തു നിന്ന് മൂന്നാർ കീഴടക്കും. അന്ന് അവർക്ക് ഈ സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്ത മുത്തുവന്മാരായ തേവന്റെയും കണ്ണന്റെയും ഓർമ്മയ്ക്ക് അവിടുത്തെ മലകൾക്ക് അവരുടെ പേരിടുന്നു. അതാണ് കണ്ണൻദേവൻ ഹിൽസ്. ടിപ്പു സുൽത്താൻ തിരുവിതാംകൂറിലേക്ക് യുദ്ധത്തിന് എത്തിയപ്പോഴാണ് ആദ്യമായി ബ്രിട്ടീഷുകാർ മൂന്നാറിലേക്ക് എത്തിയത്. അതാണ് മൂന്നാറിന്റെ തലവര തന്നെ മാറ്റിയത്. മധുരയിൽ നിന്ന് ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ച് കേണൽ ആർത്തർ വെല്ലസ്ലി കമ്പംമെട്ട് വഴി മൂന്നാറിലേക്ക് മല കയറി. ശരിക്കും ടിപ്പുവിനെ തോൽപ്പിക്കാനാണ് ബ്രിട്ടീഷുകാർ മൂന്നാറിലേക്ക് വന്നത്. എന്നാൽ യുദ്ധത്തിന് ശേഷവും മൂന്നാറിലെ ആ ഭംഗിയും ജിയോഗ്രഫിയും ഒക്കെ കണ്ട് ഇഷ്ടം തോന്നിയ ബ്രിട്ടീഷുകാർ പിന്നെ അവിടെ വിട്ട് പോയതേയില്ല. ബ്രിട്ടീഷുകാരാണ് അന്നത്തെ മൂന്നാറിനെ ഇന്നത്തെ ആരും കുതിക്കുന്ന മൂന്നാറാക്കിയത്. 1878 പൂഞ്ഞാർ രാജാവിൽ നിന്ന് പാട്ടത്തിനെടുത്ത കണ്ണൻദേവൻ കുന്നുകളിൽ ബ്രിട്ടീഷുകാർ ഒരു കോട്ട ഉണ്ടാക്കി. 1831 തന്നെ ബ്രിട്ടീഷുകാർ കോതമംഗലത്ത് നിന്ന് മൂന്നാറിലേക്കുള്ള റോഡ് പണിതു. കൊച്ചിയെ മൂന്നാറുമായിട്ട് ആദ്യമായിട്ട് ബന്ധിപ്പിച്ചത് ഈ റോഡാണ്. മൂന്നാർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക മൂന്നാർ മുഴുവൻ മൂടിയിരിക്കുന്ന തേയിലയല്ലേ. 1880 എച്ച് ഷാർപ്പാണ് ആദ്യത്തെ തേയിലച്ചെടി മൂന്നാറിൽ നട്ടത്. 50 ഏക്കറിലായിരുന്നു അവരുടെ കൃഷി. 1888 പോസ്റ്റ് ഓഫീസും 98 ആധുനിക ആശുപത്രികളും മൂന്നാറിൽ വന്നു. 1900 ലോകത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ റോപ്പ് വേകളിൽ ഒന്നായിരുന്നു ടോപ്പ് സ്റ്റേഷനിൽ നിന്നും ബോഡിനായ്ക്കന്നൂരിലേക്ക് ബ്രിട്ടീഷുകാർ പണിത റോപ്പ് വേ. 1904 വൈദ്യുതിയും 1908 മോട്ടോർ ബൈക്കും ടെലിഫോണും ആദ്യമായി മൂന്നാറിലെത്തി. അതേ കൊല്ലം കപ്പൽ മാർഗം ഇംഗ്ലണ്ടിൽ നിന്ന് തൂത്തുക്കുടി വഴി 4 ആവി ഉപയോഗിച്ചുള്ള ട്രെയിൻ എഞ്ചിനുകൾ മൂന്നാറിലേക്ക് എത്തിച്ചു. അങ്ങനെ മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ പാതയിൽ 4 ട്രെയിനുകൾ ഓടാൻ തുടങ്ങി. ട്രെയിനിലെ 4 ബോഗികളിൽ തേയിലച്ചാക്കുകൾ കൊണ്ടാൻ വേണ്ടിയും ഒരു കമ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർക്ക് പോകാൻ വേണ്ടിയും ആയിരുന്നു. ഇപ്പോഴത്തെ കണ്ണൻദേവൻ കമ്പനിയുടെ ആസ്ഥാനം, ഇപ്പോൾ കണ്ണൻദേവൻ കമ്പനി നിൽക്കുന്ന സ്ഥലം പഴയ റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു. ആ കാലത്ത് കേരളത്തിലെ മറ്റൊരു നാടിനും സ്വപ്നം കാണാൻ കഴിയാത്ത അത്ര സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന മൂന്നാറിന് പക്ഷേ 1924 മഹാപ്രളയത്തിൽ എല്ലാം നഷ്ടമായി. എല്ലാം എന്ന് പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ എല്ലാം. 1924 ജൂലൈ 16 2 ആഴ്ചയിലധികം നീണ്ടു നിന്ന ആ മഴയുടെ തുടക്കം. ജൂലൈ ബ്രിട്ടീഷുകാരുടെ കണക്ക് പ്രകാരം 485 സെന്റിമീറ്റർ മഴയാണ് കേരളത്തിൽ പെയ്തത്. കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും ശക്തമായ മഴ ഇതാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇപ്പൊ മാട്ടുപ്പെട്ടി അണക്കെട്ടെല്ലാം വരുന്ന ഭാഗത്ത് ഒലിച്ചെത്തിയ മരങ്ങളൊക്കെ അടിഞ്ഞു കൂടിയിട്ട് ഒരു ബണ്ട് രൂപം കൊണ്ടു. ഉരുൾപൊട്ടിയ വെള്ളമൊക്കെ ഒഴുകി വന്ന് അവിടെ കെട്ടി നിന്നു. അവസാനം ഭാരം താങ്ങാനാകാതെ ആ ബണ്ട് തകർന്നു. അങ്ങനെ താഴോട്ടൊഴുകിയ വെള്ളവും വെള്ളത്തിൽ കടപുഴകി വീണ മരങ്ങളും അതുപോലെ മണ്ണിടിച്ചിലും എല്ലാം മൂന്നാർ പട്ടണത്തെ മൊത്തത്തിൽ തകർത്തു കളഞ്ഞു. റെയിൽവേ ലൈനുകളും റെയിൽവേ സ്റ്റേഷനുകളും റോഡുകളും കെട്ടിടങ്ങളും എല്ലാം വെള്ളത്തിന്റെ ശക്തിയിൽ ഇല്ലാതെയായി. അന്നത്തെ ടീ ഫാക്ടറികളും അതുപോലെ തന്നെ കണ്ണൻദേവൻ കമ്പനിയുടെ സ്റ്റോറുകളും എല്ലാം വെള്ളത്തിനടിയിലായി. പള്ളിവാസലിൽ 150 അടി ഉയരത്തിൽ വെള്ളച്ചാട്ടം ഉണ്ടായി. മൂന്നാറിലെ 10 കിലോമീറ്ററിലധികം ചുറ്റളവിൽ നന്നായി തന്നെ വെള്ളം ഉയർന്നു. 100-ലധികം ആൾക്കാർക്കാണ് മൂന്നാറിൽ ഈ പ്രളയത്തിൽ ജീവൻ നഷ്ടമായത്. അന്നത്തെ മൂന്നാർ ടൗൺ ഈ പ്രളയത്തിന് ശേഷം ശരിക്കും ഒരു മൊട്ടക്കുന്നായി. എല്ലാ മെയിൻ റോഡുകളും റെയിൽവേ ലൈനുകളും ട്രെയിനുകളും എല്ലാം തിരിച്ചു ഉപയോഗിക്കാൻ പറ്റാത്ത വിധം പൂർണ്ണമായി നശിച്ചു പോയിരുന്നു. പിന്നീട് പഴയ മൂന്നാർ ടൗണിൽ നിന്ന് കുറച്ച് കിലോമീറ്റർ മാറി പുതുതായി ഉണ്ടാക്കിയതാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന മൂന്നാർ ടൗണും അതുപോലെ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന റോഡുകളും എല്ലാം. അതായത് ബ്രിട്ടീഷുകാർക്ക് വീണ്ടും എല്ലാം ഒന്നിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടി വന്നു. അത് പിന്നെ ബ്രിട്ടീഷുകാരായതുകൊണ്ട് ഇന്നത്തെ രാഷ്ട്രീയക്കാരെ പോലെ സമരവും അഴിമതി ഒന്നും ഇല്ലാത്തത് കൊണ്ട് പുതിയ മൂന്നാർ ചുരുക്കം കൊല്ലങ്ങൾ കൊണ്ട് തന്നെ അവർ പുതുക്കി പണിതു. എന്നാൽ ട്രെയിൻ അടക്കം പലതും ഇന്നും മൂന്നാറിന്റെ നികത്താനാവാത്ത നഷ്ടമാണ്. പക്ഷെ എത്ര പ്രളയം വന്നാലും മൂന്നാറിന് നഷ്ടമാവാത്ത ഒന്നുണ്ട്. മൂന്നാറിനെ മൂന്നാറാക്കുന്ന ആ പ്രകൃതി ഭംഗി, ആ കാലാവസ്ഥ, അത് ഒരു പ്രളയത്തിനും ഇല്ലാതാക്കാൻ പറ്റുന്നതല്ല. മൂന്നാറിലെ തണുപ്പ് നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കൂട്ടത്തിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.